ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് ആയിട്ടും പിയർ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴി അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി അവർക്ക് മനസ്സിലാക്കാനും പുതിയ പുതിയ സ്കില്ലുകൾ അക്യുമുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. കാരണം സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അവിടെ വലിയ ഒരു പ്രാധാന്യം നയിക്കുന്നുണ്ട്. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രിയ. ഐ ആം കാവ്യ. അപ്പൊ നമ്മുടെ സീറ്ററ്റിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോണത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ റെഡിയല്ലേ എല്ലാവരും? നമുക്ക് തുടങ്ങി കളയാം അല്ലെ. Read the following statements and choose the correct option. Assertion A. Interaction with more knowledgeable others, such as teachers and peers, can provide the necessary support and guidance to help learners develop their understanding and skills. Reason are, social interaction is a key component of learning and development. First one, both A and R are false. Second one, both A and R are true and R is the correct explanation of A. Third one, both A and R are true but R is not the correct explanation of A. Fourth one, A is true but R is false. നമുക്കറിയാം, ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഒരു സ്റ്റൈല് നോക്കിയാൽ തന്നെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ ഒരു ട്രിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതാണ് ആ ട്രിക്ക് എന്നല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കളയാം. ആദ്യ അസേർഷൻ വായിക്കുക. ഇന്ററാക്ഷൻ വിത്ത് മോർ നോളജബിൾ അതേഴ്സ് സച്ച് ആസ് ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ് can provide the necessary support and guidance to help learners develop their understanding and skills. അതായത് ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം ആ ലേണറിന് ടീച്ചേഴ്സ് ആയിട്ടും അതുപോലെ പിയർ ഗ്രൂപ്പ് ഒരേ ഏജിലൊക്കെ ഉള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴി എന്ത് സാധിക്കുന്നു? അവർക്ക് ഓരോ കോൺസെപ്റ്റിനെ കുറിച്ചുമുള്ള ധാരണയിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനായി സാധിക്കുന്നു. അവരുടെ കഴിവ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പം ഇത് കറക്റ്റ് ആണ്. അടുത്തത്, സോഷ്യൽ ഇന്ററാക്ഷൻ ഇസ് എ കീ കോമ്പോണന്റ് ഓഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തില്, നമ്മുടെ സൊസൈറ്റിയില് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പം നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? ഇന്ററാക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെടുത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്രണ്ട്സ്? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നു, നമ്മൾ ലേൺ ചെയ്യുന്നു. നമ്മളിൽ എന്ത് സംഭവിക്കുന്നു? ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ശരിയാണല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റും തീർത്തും കറക്റ്റ് ആണ്. അപ്പൊ എയും ആറും കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇനി എങ്ങനെയാണ് ബാക്കിയുള്ളത്? ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് അല്ലേ. കാരണം നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. എയും ആറും കറക്റ്റ് ആണ്. 6 എയുടെ എക്സ്പ്ലനേഷൻ ആണ്, 6 എയുടെ എക്സ്പ്ലനേഷൻ അല്ല. നമുക്കിനി നോക്കാം. Interaction with more knowledgeable others, such as teachers and peers, can provide the necessary support and guidance to help learners develop their understanding and skills. ഇതിനു ശേഷം നമ്മൾ ഒരു because ആഡ് ചെയ്യുന്നു. Because social interaction is a key component of learning and development. ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് ആയിട്ടും പിയർ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴി അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി അവർക്ക് മനസ്സിലാക്കാനും പുതിയ പുതിയ സ്കില്ലുകൾ അക്യുമുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. കാരണം സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അവിടെ വലിയ ഒരു പ്രാധാന്യം നയിക്കുന്നുണ്ട്. രണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ലഭിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? എയും ആറും ട്രൂ ആണ്, മാത്രമല്ല 6 എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഇത്തരത്തിലുള്ള ട്രിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയി എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായി സാധിക്കുന്നതാണ്. ജനറലി നമ്മളുടെ സീറ്ററ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചിലപ്പോഴൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ നമ്മൾ കുഴപ്പിക്കാറുണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു ട്രിക്ക്, അതായത് അസേർഷനും റീസണും നിങ്ങൾ വായിക്കുക. അസേർഷനെ ബിക്കോസ് വെച്ച് റീസണുമായി കണക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ 6 എയുമായി റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക്
പറയാനായി സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെയും ഒളിച്ചു കിടക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് അസസ്മെന്റ് ഫോർ ലേണിംഗ്? ഫസ്റ്റ് വൺ, to identify students who can be categorized as slow learners. Second one, to evaluate student performance and assign grades. Third one, to provide feedback to students that can be used to improve their learning. Fourth one, to compare student performance to a standard or benchmark. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രിക്കാണ് കീ ടേം ട്രിക്ക്. കീ ടേം ട്രിക്ക്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അസസ്മെന്റിനെ കുറിച്ചാണ്. എന്താ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കറിയാം, നമ്മള് ഒരു കുട്ടി എന്താണോ പഠിച്ചിട്ടുള്ളത് ആ കാര്യത്തെ കുറിച്ച് ചെക്ക് ചെയ്യുന്നതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്തിനാ ചെക്ക് ചെയ്യുന്നത്? പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടിയുടെ പാരന്റിനോടോ അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായി എന്ത് ചെയ്യണം, കുട്ടി എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, ഏത് ഏരിയയിലാണ് ലാഗ് ചെയ്യുന്നത്, എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം അല്ലെ? ആ പറഞ്ഞു കൊടുക്കുക, അതിനെന്താണ് ബേസിക്കലി പറയുക? ഫീഡ്ബാക്ക് അല്ലെ? അപ്പൊ അസസ്മെന്റ് എന്ന് പറയുന്നതിന്റെ കീവേഡ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് ഓരോ ചോദ്യത്തിലും 4 സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ആ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതോ ഒന്നിൽ നമ്മളുടെ ചോദ്യവുമായി ബന്ധപ്പെടുന്ന ഒരു വാക്കുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദ്യവുമായി കണക്ട് ചെയ്യുന്ന വാക്ക്. ആ വാക്കിനെയാണ് കീ ടേം എന്ന് പറയുന്നത്. ആ കീ ടേം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. ഇതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നല്ലേ? ഇനിയും നമുക്ക് ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്, അതെല്ലാം കാണുക. അതിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസിന്റെയും കീ ടേംസ് എൻട്രി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു ടേം വന്നിട്ടുണ്ട്, സ്ലോ ലേണർ. ആരാണ് സ്ലോ ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്ലോ ലേണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റ് ഒരുപാട് സമയം എടുക്കുന്നു. അതുപോലെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം കപ്പാസിറ്റി ഇല്ല, ഷോർട്ട് ആയിട്ടുള്ള മെമ്മറിയാണ് ആ കുട്ടിക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ലേണറിനെയാണ് സ്ലോ ലേണർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ ക്യാരക്ടറിസ്റ്റിക്? ഒന്ന്, ഡിഫിക്കൽട്ടി ഇൻ ഗ്രാസ്പിംഗ് കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുക. അടുത്തത് ഡിലേഡ് പ്രോസസ്സിംഗ്. ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പക്ഷെ ആ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൃത്യമായി മനസ്സിലാക്കാനോ ടാബുലേറ്റ് ചെയ്യാനോ ഒക്കെ ഒരുപാട് സമയം എടുക്കുക. വീക്ക് ഷോർട്ട് മെമ്മറി. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഒരു കാര്യം മൈൻഡിൽ സ്റ്റോർഡപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ലേണേഴ്സ് ആണ് സ്ലോ ലേണേഴ്സ്. ലിമിറ്റഡ് അറ്റൻഷൻ സ്പാൻ. നമുക്കറിയാം, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസെപ്റ്റ് അവരുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്യുന്നത് 25 മിനിറ്റ് ആണ്. എന്നാൽ സ്ലോ ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രശ്നം എന്താണ്? ഈ ഒരു 25 മിനിറ്റ് പോലും അവർക്ക് ഇൻഫർമേഷൻ അറ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാനായി സാധിക്കില്ല. 25 മിനിറ്റ് ആണ് നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റോർ അപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. എന്നാൽ സ്ലോ ലേണേഴ്സിന് 25 മിനിറ്റ് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായി സാധിക്കുന്നില്ല. ലോ സെൽഫ് കോൺഫിഡൻസ്. അവർക്ക് തന്നെ തോന്നും അവർക്ക് കഴിവില്ല, മറ്റുള്ള കുട്ടികൾ നന്നായി പഠിക്കുന്നു, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പം അവർക്ക് എന്താ, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് മറ്റുള്ള കുട്ടികളുടെ അത്രയും കപ്പാസിറ്റി ഇല്ല, കാലിബർ ഇല്ല. അപ്പൊ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകുന്നു. നീഡ് ഫോർ റെപ്പിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. ഒരേ കണ്ടന്റ് കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായി വരും ടീച്ചേഴ്സിന്. ഇത്തരത്തിലുള്ള ലേണേഴ്സിന് മറന്നു പോകൂ അല്ലെ? അത് അവരുടെ പ്രശ്നമല്ല, അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഏരിയയിലുള്ള ലേണിംഗ് പ്രോബ്ലം ആണ്, ഡിസബിലിറ്റി ആണ് അല്ലെ? അപ്പൊ അവരിലേക്ക് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് കണ്ടന്റ്സ് ഡെലിവർ ചെയ്യണം. അതുപോലെ ഓൾറെഡി ഈ തരത്തിലുള്ള ലേണേഴ്സിന് കോൺഫിഡൻസ് അല്പം കുറവായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മളെ പ്രചോദനം കൊടുക്കണം അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? റീഇൻഫോഴ്സ്മെന്റ്
കൊടുക്കുകയും ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ലേണേഴ്സിനെയാണ് സ്ലോ ലേണേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, at which age can children engage in word play and like jokes and riddles that involve a play on words? വാക്കുകൾ കൊണ്ട് കളിക്കുക അല്ലെ, തമാശ പറഞ്ഞ് ചിരിക്കുക, റിഡിൽസ് ഉണ്ടാക്കുക. മുറിയൻ റിഡിൽസ് ഒക്കെ ആയിരിക്കും അല്ലെ, അത് ഏത് വയസ്സിലാണെന്നാ ചോദിക്കുന്നത്. 12 years, 1 year, 3 years, 7 years. 3 years ആണ് റൈറ്റ് ആൻസർ. കാരണം കുട്ടികളില് ഈ 3 വയസ്സിലാണ് ബേസിക്കലി എന്ത് വരുന്നത്, അവർ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്, സംസാരിക്കാനായി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ്, 3 വയസ്സിലായിരിക്കും അവർക്ക് കൂടുതലായിട്ടും കോൺസെപ്റ്റുകള് കുറച്ചും കൂടെ നേടാനായിട്ടുള്ള ഒരു ഈഗർനെസ് ഉണ്ടാകുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് 2 ട്രിക്കുകളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്നെന്തായിരുന്നു, അസേർഷനും റീസണിങ്ങുമായിട്ട് അപ്ലൈ ചെയ്യുന്ന ട്രിക്ക്, ബിക്കോസ് വെച്ച് വായിച്ചു നോക്കുന്ന കണക്ട് ചെയ്യുന്ന ട്രിക്ക്. രണ്ടാമത്തെ ട്രിക്ക് എന്തായിരുന്നു, നമ്മുടെ കീ ടേം ട്രിക്ക്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ കീ ടേം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ട്രിക്ക്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ട്രിക്കുകൾ ഉണ്ട്. 10 ട്രിക്കുകൾ പഠിച്ചാൽ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ, നമ്മുടെ സീറ്ററ്റ് എന്നുള്ള സ്വപ്നം നേടിയെടുക്കാനായി സാധിക്കും. അപ്പൊ അതിനായിട്ട് തുടർന്ന് കാണുക, നല്ല പോലെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു എക്സാം എനിക്കുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.